ബജിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടും നല്ല തിന്നായിട്ടും കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും മസാലപ്പൊടികൾ എത്തുന്ന രീതിയിൽ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നല്ലോണം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. നല്ലോണം വെള്ളം തളിച്ച് ലൂസാക്കി എടുക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളി അധികം അങ്ങ് കവർ ചെയ്ത് പോകാൻ പാടില്ല. ഇതുപോലെ ഉള്ളിയുടെ സ്ലൈസസ് കാണാനുണ്ടാവണം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരത്തിയിട്ടും ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും നല്ലോണം മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.